ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. ഏവരെയും കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഥാസാഗരം നിങ്ങൾക്കറിയാം, കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛിക്കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ ഇതിലൂടെ കേൾക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇന്ത്യൻ നാടോടിക്കഥയാണ്. ഇന്ത്യൻ നാടോടിക്കഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ചെറിയ ഇന്ത്യൻ നാടോടിക്കഥ. ഒന്ന് കേട്ട് നോക്കിയാലോ? വൈകണ്ട അല്ലേ? കഥ ഇങ്ങനെയാണ്. പണ്ടൊരു ദേശത്ത് കുപ്പുസ്വാമി എന്ന് പറഞ്ഞ ഒരു പണക്കാരനുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പണക്കാരനാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ധാരാളം വീടുകളുണ്ടായിരുന്നു. കുപ്പുസ്വാമിയെ അത് മുഴുവൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. ഈ കുപ്പുസ്വാമിയുടെ വീടിൻ്റെ ഇരുവശത്തും 2 സ്വർണ്ണപ്പണിക്കാരായിരുന്നു വാടകയ്ക്ക് താമസിച്ചിരുന്നത്. വൈരഭനെന്നും വിനായകനെന്നുമായിരുന്നു അവരുടെ പേര്. പേര് കേട്ട പണിക്കാരായിരുന്നു അവർ. അതുകൊണ്ട് അവർക്ക് എന്നും ജോലിയുണ്ടായിരുന്നു. നല്ല അധ്വാനശീലർ. രാവും പകലും ഒരുപോലെ അവരുടെ വീട്ടിൽ നിന്ന് തട്ടലും മുട്ടലും കേൾക്കുന്നത് പതിവായിരുന്നു. അത് കാരണം കുപ്പുസ്വാമിക്ക് സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങാൻ വയ്യാത്ത അവസ്ഥയായി. എന്തു ചെയ്യാം? ഒടുവിൽ കുപ്പുസ്വാമി ഈ സ്വർണ്ണപ്പണിക്കാരെ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതെങ്ങനെ? അതായിരുന്നു ചിന്ത. ഞാൻ എന്ത് കാരണം പറഞ്ഞ് അവരെ ഒഴിപ്പിക്കും? കുപ്പുസ്വാമി ചിന്തിച്ചു. ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന ശബ്ദം കൊണ്ടാണ് ഒഴിപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതറിഞ്ഞാൽ നാട്ടുകാർ തന്നെ കുറ്റം പറയും. അവർ തട്ടാന്മാരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ വീട് വാടകയ്ക്ക് കൊടുത്തതെന്ന് ആൾക്കാർ ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? കുപ്പുസ്വാമി ആകെ ആശയക്കുഴപ്പത്തിലായി. ഇക്കാര്യം തൻ്റെ കാര്യസ്ഥനോട് പോലും പറയാൻ പറ്റില്ല. പിന്നെ എന്തു ചെയ്യും? രാവും പകലും അതായി കുപ്പുസ്വാമിയുടെ ചിന്ത. ഉറക്കവും നഷ്ടപ്പെട്ടു. ചിന്തിക്കുക, അന്തമില്ലാത്ത ചിന്ത. ഒടുവിൽ അയാളുടെ മുന്നിൽ ഒരു വഴി തെളിഞ്ഞു. പിറ്റേന്ന് കുപ്പുസ്വാമി വൈരഭനെ രഹസ്യമായി വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ 100 പണം തരാം. ആ വീട് നീ ഒഴിയണം. കാര്യസ്ഥനോട് പറഞ്ഞ് എൻ്റെ വേറെ ഏതെങ്കിലും വീട്ടിൽ താമസിച്ചോ? സമ്മതിച്ചു. പണം എപ്പോൾ തരും? വൈരഭൻ അത്ഭുതത്തോടെ ചോദിച്ചു. വീട് മാറുമെന്ന് സമ്മതിച്ചാൽ ദാ ഇപ്പോൾ തരാം, കുപ്പുസ്വാമി പറഞ്ഞു. ഞാൻ സമ്മതിച്ചു, വൈരഭൻ പറഞ്ഞു. കുപ്പുസ്വാമി അപ്പോൾ തന്നെ അയാൾക്ക് പണം എണ്ണി കൊടുത്തു. വൈരഭൻ അതുമായി സ്ഥലം വിട്ടു. കുപ്പുസ്വാമിക്ക് സന്തോഷമായി. അയാൾ രഹസ്യമായി വിനായകനെയും കണ്ടു. ആരും അറിയണ്ട, നിനക്ക് 100 പണം തരാം. നീ ആ വീട് മാറണം. കാര്യസ്ഥനോട് പറഞ്ഞ് എൻ്റെ വേറെ ഏതെങ്കിലും വീട്ടിൽ താമസിച്ചോ? കുപ്പുസ്വാമി പറഞ്ഞു. വിനായകൻ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് 100 പണം തരുന്നതല്ലേ, ഞാൻ മാറാം. കുപ്പുസ്വാമിക്ക് ആശ്വാസമായി. അയാൾ അപ്പോൾ തന്നെ പണം എണ്ണി വിനായകന് കൊടുത്തു. അന്ന് രാത്രി സ്വസ്ഥമായി കുപ്പുസ്വാമി കിടന്നുറങ്ങി. ഒരു ശബ്ദവുമില്ല. പക്ഷേ പിറ്റേന്ന് രാവിലെ ഉണർന്നത് പഴയ തട്ടും മുട്ടും കേട്ടുകൊണ്ടാണ്. കുപ്പുസ്വാമിക്ക് ദേഷ്യം വന്നു. അയാൾ വിനായകനെയും വൈരഭനെയും വിളിപ്പിച്ചു. നിങ്ങൾ ഇതുവരെ വീട് മാറിയില്ലേ? കോപത്തോടെ കുപ്പുസ്വാമി ചോദിച്ചു. ഞങ്ങൾ ഇന്നലെ തന്നെ മാറിയല്ലോ, വിനായകൻ ഭവ്യതയോടെ പറഞ്ഞു. നുണ പറയുന്നോ? കുപ്പുസ്വാമിയുടെ ശബ്ദമുയർന്നു. അയ്യോ, നുണ പറയുന്നതല്ല. അങ്ങയുടെ കാര്യസ്ഥനോട് പറഞ്ഞ് ഞാൻ വിനായകന്റെ വീട്ടിലേക്കും വിനായകൻ എൻ്റെ വീട്ടിലേക്കും ഇന്നലെ രാത്രി തന്നെ മാറി, വൈരഭൻ താഴ്മയോടെ പറഞ്ഞു. ഇത് കേട്ട് കുപ്പുസ്വാമി സ്തംഭിച്ചിരുന്നു പോയി. ഇത്രയുമാണ് കഥ. ഒട്ടേറെ പേർക്ക് ഈ വാടക വീടുകളുടെ ഓർമ്മ കാണും. പ്രത്യേകിച്ച് സ്വന്തമായിട്ട് വീടില്ലാത്തവർ. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് എപ്പോഴും താമസം മാറാൻ വിധിക്കപ്പെട്ടവർ. ചിലരങ്ങനെയല്ല, വീടില്ലാത്തതുകൊണ്ടല്ല, ട്രാൻസ്ഫർ, ജോലി സംബന്ധമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ടി വരുന്ന അവസ്ഥ. പക്ഷെ ഓരോ വീടും നവ്യമായ ഒരു അനുഭവമാണ്, വ്യത്യസ്തമാർന്ന ഒരു അനുഭവമാണ്.
നമുക്ക് ഒട്ടേറെ പുതിയ പുതിയ സുഹൃത്തുക്കളെ സംഭാവന ചെയ്യും. ഞാനും കുട്ടിക്കാലത്ത് കുറേയേറെ വീടുകളിൽ താമസിച്ചിട്ടുണ്ട്. ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ പുതിയ അയൽക്കാരായി, പുതിയ കൂട്ടുകാരായി, പുതിയ അനുഭവങ്ങളായി, പുതിയൊരു ചുറ്റുപാട്, പ്രകൃതി, മരങ്ങൾ, അന്തരീക്ഷം, അത് വല്ലാത്തൊരു അനുഭവമാണ്. ഇതിൻ്റെ വേറൊരു വശം എന്ന് പറയുന്നത് കുറേയേറെ കഴിയുമ്പോൾ പെട്ടെന്നായിരിക്കും അവിടുന്ന് യാത്ര പറയേണ്ടി വരിക. അന്നേരം വലിയ പ്രയാസമാണ്. പിന്നെ പുതിയ വീടായി, പുതിയ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ പിന്നെ പഴയ വീട്ടിലെ കുറേ ഓർമ്മകൾ മനസ്സിലിങ്ങനെ കാണും. അവിടുത്തെ മുഖങ്ങൾ, അവിടുത്തെ സുഹൃത്തുക്കൾ, അവരൊക്കെ സ്വന്തം വീട്ടുകാരെ പോലെ ആയിരിക്കും പലപ്പോഴും. അപ്പോൾ ഈ ദുഃഖമൊക്കെ മാറാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. പിന്നെ പുതിയ വീട്ടിൽ വന്നിട്ട് അവിടെ പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാവും, അയൽപ്പക്കക്കാരുണ്ടാകും. അതൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരുമ്പോൾ ആ വിഷമമൊക്കെ അങ്ങ് മാറും. പഴയ വീട്ടിൻ്റെ ഓർമ്മകളുമൊക്കെ പതുക്കെ മനസ്സിൽ നിന്ന് മായും. അത് മുഴുവൻ അങ്ങോട്ട് മായില്ല, നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും കാണും. അപ്പോൾ ഓരോ വീടും നവ്യമായ ഒരനുഭവമാണ്. ഇനി ഈ ജോലി സംബന്ധമായ ട്രാൻസ്ഫർ കൊണ്ട് വീട് മാറേണ്ട അവസ്ഥ വരുന്നവർക്കാകട്ടെ, ചിലപ്പോൾ അവർ വേറെ സംസ്ഥാനങ്ങളിലോ ഒക്കെ ആയിരിക്കും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ ഭാഷയായി അല്ലേ, അവിടുത്തെ ഭാഷയൊക്കെ പഠിക്കണം. എന്തായാലും കുട്ടികളാണ് ഏറെ വിഷമിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണം കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അവർ എല്ലാവരുമായിട്ടൊക്കെ ഇടപഴകാനും മനസ്സിലാക്കാനും പെട്ടെന്ന് എല്ലാവരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാനൊക്കെ പഠിക്കും. അതൊരു വലിയ ഗുണമാണ്. ഒട്ടേറെ അനുഭവങ്ങൾ, അതൊരു വലിയ ഗുണമാണ്. ഒട്ടേറെ കഥാപാത്രങ്ങൾ, വ്യക്തിത്വങ്ങൾ, സംസ്കാരങ്ങൾ, അതിനേക്കാളൊക്കെ ഉപരി നല്ല ഓർമ്മകൾ. ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർ ഒട്ടേറെ ഭാഷകൾ പഠിക്കും. അതുകൊണ്ട് അവർക്ക് ഒരു വലിയ വൈവിധ്യമാർന്ന സുഹൃത്തുക്കളൊക്കെ കാണും. പക്ഷേ ഇതിൻ്റെ ഒരു വേറൊരു വശമുണ്ട്. ചിലപ്പോൾ പഠിത്തം ബാധിക്കും. അങ്ങനെയും ഒരു നെഗറ്റീവ് വശമൊക്കെ ഇതിനുണ്ടായിരിക്കാം. അതിലോട്ടൊന്നും അധികം ഞാൻ കിടക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ സ്വന്തം ബന്ധുക്കളെക്കാട്ടിയും ഏറെ ബന്ധം ഈ അയൽപ്പക്കക്കാരോടും സുഹൃത്തുക്കളോടും ഒക്കെ ആയിരിക്കും. അവരായിരിക്കും ബന്ധുക്കൾ. ഒരാപത്ത് വന്നാലും ഓടി വരുന്നത് ഈ അയൽപ്പക്കക്കാരായിരിക്കും. ഒരു ആശുപത്രി, ഒരു ആക്സിഡൻറ്റ് പറ്റിയോ അല്ലെങ്കിൽ ഒരു അസുഖം കൂടിയോ പെട്ടെന്ന് ആശുപത്രി പോകണം എന്നൊക്കെ വരുമ്പോൾ ഈ അയൽപ്പക്കക്കാരായിരിക്കും കൊണ്ടുപോകുന്നത്. അതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവരാണ് നമ്മുടെ ബന്ധുക്കൾ, സ്വന്തക്കാർ. എന്തായാലും വളരെ രസമാണ്. ഓരോ വീടും പുതിയതാണ് നമുക്ക്. ആ പുതിയ വീട്ടിലോട്ട് കയറുമ്പോൾ അതിൻ്റെ ഒരു അനുഭൂതിയും ത്രില്ലുമൊക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനെ കിട്ടുന്ന ചില ബന്ധങ്ങൾ ജീവിതകാലം മുഴുവൻ പലതും നിലനിൽക്കുന്നവയായിരിക്കും. പിന്നെയും കാണുകയും പിന്നെയും വിശേഷങ്ങൾക്ക് വിളിക്കുകയും പങ്കുചേരുകയൊക്കെ ഉണ്ടാവും. പരിചയം പുതുക്കലൊക്കെ ഉണ്ടാകും. അങ്ങനെയും ഒക്കെ ഉണ്ട്. ഈ കഥയിൽ ഈ വാടകക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ചിന്തിച്ചു പോയ ചില കാര്യങ്ങൾ പറഞ്ഞു വന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കും സ്ഥിരം വീട് എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പം. എല്ലാവർക്കും സ്വന്തമായിട്ട് വീട് വേണം. പക്ഷേ എനിക്കൊന്ന് വിദേശത്തൊക്കെ പലരും, ഭൂരിഭാഗം പേരും ഇങ്ങനെ റെൻറ്റിന് വാടകയ്ക്ക് ഇങ്ങനെ താമസിച്ച് മാറുന്നവരാണ്. സ്വന്തമായ വീട് എല്ലായിടത്തും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഒരു വലിയ പണച്ചെലവുള്ള ഒരു കാര്യമാണ്. ഒത്തിരി ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ഉള്ളൊരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ആവശ്യം അറിഞ്ഞല്ല നമ്മൾ പലപ്പോഴും വീട് നിർമ്മിക്കുക. സ്വപ്ന മാളികകൾ നിർമ്മിക്കാനാണ് നമുക്കെല്ലാവർക്കും ഏറെ ഇഷ്ടം. നിർമ്മിച്ചു വരുമ്പോഴോ വലിയ കടക്കാരും ഒക്കെ ആയി മാറുന്നുണ്ട്. ബാങ്ക് ലോണും പിന്നെ ലോൺ അടയ്ക്കാനുള്ള വെപ്രാളവുമൊക്കെ. ഇതിനേക്കാൾ ഏറെ പരിതാപകരം വലിയ മാളികകളൊക്കെ നിർമ്മിച്ചിട്ട് അതിനകത്ത് പാർക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ സൂക്ഷിപ്പ്, വൃത്തിയാക്കൽ എല്ലാം വലിയ ബാധ്യതയായി മാറും. പൂട്ടിക്കിടക്കുന്ന മുറികൾ, ഇത് പെയിൻ്റ് അടിക്കാനും ഇത് തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ഒട്ടേറെ പണം ചിലവാക്കേണ്ട അവസ്ഥ. വീട്ടിൽ ഇത് നിർമ്മിച്ചപ്പോൾ മക്കളെയൊക്കെ മുന്നിൽ കണ്ടായിരിക്കും നിർമ്മിച്ചത്. അവർക്കൊക്കെ കുടുംബത്തോടെ താമസിക്കാൻ വേണ്ടിയുള്ള ഒട്ടനവധി മുറികളും മറ്റുമൊക്കെ. മക്കൾ പക്ഷേ പഠനമൊക്കെ കഴിഞ്ഞ് വിദേശത്തേക്ക് പറന്നു കഴിഞ്ഞാൽ ഇവിടെ വെറും മാതാപിതാക്കൾ മാത്രമായി ഒതുങ്ങും. അവർക്കതൊരു ഭാർഗവീ നിലയം പോലെയൊക്കെ അവർക്കത് ചിലപ്പോൾ തോന്നാനിടയുണ്ട്. ഏകാന്തതയുടെ അപാര തീരമൊക്കെയായി ഈ വീടുകൾ പലപ്പോഴും മാറും. പൂട്ടിക്കിടക്കുന്ന മുറികളും
നിശബ്ദതയുടെ വേട്ടയാടലുമൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ വീട് പാർപ്പിടമാണ്, അത്രേ ആവാളൂ. രാജകൊട്ടാരങ്ങൾ ആയി കടക്കാരനും ഏകാന്ത തടവുകാരുമൊക്കെ ആയി മാറാതിരിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.